1972 ജൂലൈ 2 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിംല കരാർ ദക്ഷിണേന്ത്യൻ നയതന്ത്രത്തിന്റെ ഒരു ആണിക്കല്ലായി അറിയപ്പെടുന്നു. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച ഈ കരാർ സമാധാനപരമായ ഉഭയകക്ഷി ബന്ധങ്ങൾക്കായുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനും രണ്ട് അയൽക്കാർ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച ഈ ഉടമ്പടി ശത്രുത അവസാനിപ്പിക്കാനും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കാനും സഹകരണത്തിന് അടിത്തറയിടാനും ശ്രമിച്ചു. 2025 ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിന് പ്രതികാരമായി 1972 ഷിംല കരാർ ഇന്ത്യയുമായുള്ള മറ്റ് ഉഭയകക്ഷി കരാറുകൾക്കൊപ്പം 2025 ഏപ്രിൽ 24 പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. 2025 ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തെ തുടർന്നാണ് ഈ സംഘർഷം ഉടലെടുത്തത്. ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാരി ഉൾപ്പെടെ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഈ ഭീകരാക്രമണത്തിന് ശേഷം സിംല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത് ഈ കരാറിനെ വീണ്ടും ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി. ഷിംല കരാറിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ താൽക്കാലികമായ വിരാമം വീണ്ടും തുടക്കമിട്ടു. 1972 വെടിനിർത്തൽ രേഖയെ അന്താരാഷ്ട്ര അതിർത്തിയാക്കി മാറ്റാത്തതിന് ഇന്ദിരാഗാന്ധി പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് BJPയുടെ മുൻഗാമിയായ ജനസംഘത്തിൽ നിന്നും വിമർശനം നേരിട്ടിരുന്നു. അന്നത്തെ പ്രമുഖ പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഷിംല കരാറിനെതിരെ പ്രതിഷേധിക്കുകയും ഈ കരാർ വഴി ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് വളരെയധികം വഴങ്ങിയെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. 1971 ഇന്തോ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭൗമരാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്നാണ് ഷിംല കരാർ ഉടലെടുത്തത്. കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തെ പാകിസ്ഥാൻ ക്രൂരമായി അടിച്ചമർത്തുകയും അതൊരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തതാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. മുക്തിബാഹിനികൾ അഥവാ സ്വാതന്ത്ര്യ സമര സേനാനികളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ സൈനിക ഇടപെടൽ നിർണായകമായ വിജയത്തിൽ കലാശിക്കുകയും 93,000-ലധികം പാകിസ്ഥാൻ സൈനികർ കീഴടങ്ങുകയും ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെടുകയും ചെയ്തു. ഈ യുദ്ധം പാകിസ്ഥാനെ നയതന്ത്രപരമായും സൈനികമായും ദുർബലപ്പെടുത്തിയതുകൊണ്ട് തടവുകാരെ സ്വദേശത്തേക്ക് കൊണ്ടുപോകൽ, പ്രാദേശിക തർക്കങ്ങൾ, ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഭാവി തുടങ്ങിയ യുദ്ധാനന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചർച്ചകൾ ആവശ്യമായി വന്നു. കാശ്മീരിന്റെ പദവി സംബന്ധിച്ചതായിരുന്നു ഒരു പ്രധാന തർക്ക വിഷയം. ഇതിൽ ഇന്ത്യ ദുരാഷ്ട്രവാദത്തിൽ ഉറച്ചു നിൽക്കുകയും പാകിസ്ഥാനി വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തു പോന്നു. ഇന്ദിരാഗാന്ധിയും ഭൂട്ടോയും തമ്മിലുള്ള വ്യക്തിപരമായ നയതന്ത്രം, രാത്രി വൈകിയുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ളവ വഴി കാശ്മീരിനെ കുറിച്ചുള്ള ഒരു നിർണായകമായ പ്രമേയത്തെ മറികടക്കുന്നതിനോടൊപ്പം സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഊന്നൽ നൽകുന്ന ഒരു ഒത്തുതീർപ്പിന് വഴിയൊരുക്കി. ഇങ്ങനെ ഉയർന്നു വന്ന ഷിംല കരാറിൽ സമാധാനവും സഹകരണവും വളർത്തുന്നതിനുള്ള 6 പ്രധാന വ്യവസ്ഥകൾ അടങ്ങിയിരുന്നു. ഈ വ്യവസ്ഥകൾ പരമാധികാരം, ദ്വിപക്ഷീയത, ഇടപെടാതിരിക്കൽ എന്നിവയിൽ വേരൂന്നിയതാണ്. ഈ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി തർക്കങ്ങളുടെ ഉഭയകക്ഷി പരിഹാരം. കശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും സമാധാനപരമായ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. ഇതുവഴി ഐക്യരാഷ്ട്രസഭ പോലെയുള്ള മൂന്നാം കക്ഷി മധ്യസ്ഥതയെ ഈ കരാർ വ്യക്തമായും നിരസിക്കുന്നു. കാശ്മീർ ഒരു ഉഭയകക്ഷി കാര്യമാണെന്നൂന്നി പറയുന്ന ഈ ഉപാധി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു മൂലക്കല്ല് കൂടിയാണ്. രണ്ടാമതായി നിയന്ത്രണ രേഖ അല്ലെങ്കിൽ LOCയുടെ സ്ഥാപിക്കൽ. 1971 ഡിസംബർ 17 ജമ്മു കാശ്മീരിലെ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. വ്യത്യസ്ത നിയമപരമായ വ്യാഖ്യാനങ്ങൾ പരിഗണിക്കാതെ ഏകപക്ഷീയമായ മാറ്റങ്ങളില്ലാതെ LOCയെ ബഹുമാനിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു. ഒരു യഥാർത്ഥ അതിർത്തി സ്ഥാപിച്ചുകൊണ്ട് അസ്ഥിരമായ കശ്മീർ മേഖലയെ സ്ഥിരപ്പെടുത്തുക എന്നതാണ് ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം. മൂന്നാമതായി പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. കലാപങ്ങളെ പിന്തുണയ്ക്കുകയോ ശത്രുതാപരമായ പ്രചാരണം നടത്തുകയോ പോലുള്ള അസ്ഥിരമായ പ്രവർത്തനങ്ങൾ തടയാൻ ഈ വകുപ്പ് ശ്രമിച്ചു പോരുന്നു. നാലാമതായി ബലപ്രയോഗമില്ലായ്മ. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ തത്വങ്ങളുമായി യോജിപ്പിച്ചുകൊണ്ട് പരസ്പരം പ്രാദേശിക സമഗ്രതയ്ക്കെതിരായ ഭീഷണിയിൽ നിന്നോ ബലപ്രയോഗത്തിൽ നിന്നോ വിട്ടുനിൽക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സൈനിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ വ്യവസ്ഥ ലക്ഷ്യമിടുന്നു. അഞ്ചാമതായി ബന്ധങ്ങളുടെ സാധാരണവൽക്കരണം. ആശയവിനിമയം, വ്യാപാരം, സാംസ്കാരിക വിനിമയങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ പുനരാരംഭിക്കുന്ന ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടികൾ ഈ കരാർ വിശദീകരിച്ചു. യുദ്ധ തടവുകാരെയും സംഘർഷത്തിനിടെ തടവിലാക്കപ്പെട്ട സാധാരണക്കാരെയും സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇത് സൗകര്യമൊരുക്കി. അതിനാൽ തന്നെ ഈ കരാർ മാനുഷികമായൊരു നടപടിയായി അടയാളപ്പെടുത്തി പോരുന്നു. ആറാമതായി ബംഗ്ലാദേശിന്റെ അംഗീകാരം. വ്യക്തമായി പ്രസ്താവിച്ചിട്ടില്ലെങ്കിലും 1971 ശേഷമുള്ള ഒരു പ്രധാന തർക്ക വിഷയം പരിഹരിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ ഒരു പരമാധികാര രാഷ്ട്രമായി പാകിസ്ഥാൻ നയതന്ത്രപരമായി അംഗീകരിക്കുന്നതിന് ഈ കരാർ വഴിയൊരുക്കി.
കൂടാതെ സമാധാന ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഭാവിയിൽ സർക്കാർ തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്കുള്ള വ്യവസ്ഥകളും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ പിടിച്ചെടുത്ത 13,000 ചതുരശ്ര കിലോമീറ്ററിലധികം പാകിസ്ഥാൻ പ്രദേശം ഇന്ത്യ തിരികെ നൽകിക്കൊണ്ട് സൗഹാർദ്ദം പ്രകടിപ്പിക്കുകയും ചെയ്തു. 5 പതിറ്റാണ്ടിലേറെയായി നയതന്ത്രപരവും തന്ത്രപരവുമായ ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഷിംല കരാർ ഒരു നിർണായക സൂചനയായി തുടർന്നു പോരുന്നു. അതിന്റെ പ്രസക്തി പല മാനങ്ങളിലായി നമുക്ക് വിലയിരുത്താൻ കഴിയും. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി, നയതന്ത്ര ചട്ടക്കൂടെന്ന നിലയിലുള്ള ഉഭയകക്ഷിവാദം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം ഉഭയകക്ഷി തർക്ക പരിഹാരത്തിന് ഊന്നൽ നൽകുന്നതാണ്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വേദികളിൽ കശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ചെറുക്കുന്നതിന് ഇന്ത്യ നിരന്തരം ഈ കരാറിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്നാം കക്ഷി മധ്യസ്ഥതയെ കരാർ നിരാകരിക്കുന്നത് ബാഹ്യ ഇടപെടൽ, പ്രത്യേകിച്ച് ശീതയുദ്ധത്തിലെ വൻശക്തികളിൽ നിന്നോ UN-ൽ നിന്നോ ഉഭയകക്ഷി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സങ്കീർണമാക്കുന്നുവെന്ന ഇന്ത്യയുടെ നിലപാടുമായി യോജിക്കുന്നു. രണ്ടാമതായി, നിയന്ത്രണ രേഖയുടെ സ്ഥിരത. കശ്മീർ തർക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗിക സംവിധാനം LOCയുടെ ഔപചാരികവൽക്കരണം നൽകി. പതിവായി വെടിനിർത്തൽ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സമാധാന ചർച്ചകൾക്കും വെടിനിർത്തൽ കരാറുകൾക്കും വഴികാട്ടുന്ന യഥാർത്ഥ അതിർത്തിയായി LOC തുടർന്നു പോരുന്നു. പതിറ്റാണ്ടുകളുടെ പ്രയോഗത്തിലൂടെയുള്ള അംഗീകാരം കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷവും അതിന് അന്താരാഷ്ട്ര നിയമസാധുത നൽകിപ്പോരുന്നു. മൂന്നാമതായി, മാനുഷികവും നയതന്ത്രപരവുമായ വശം. യുദ്ധ തടവുകാരെയും സാധാരണക്കാരെയും തിരിച്ചയക്കുന്നതിന് ഈ കരാർ സൗകര്യമൊരുക്കിയത് വഴി യുദ്ധാനന്തര മാനുഷിക ആശങ്കകൾ ഉടനടി അഭിസംബോധന ചെയ്യുന്നതിന് പുറമെ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ അംഗീകരിക്കുന്നതിനും ഈ കരാർ വേദിയൊരുക്കി. സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിലും സംഭാഷണം വളർത്തുന്നതിലും കരാറിന്റെ പങ്ക്, ഈ ഫലങ്ങൾ അടിവരയിടുന്നത് വഴി ഈ കരാറിന്റെ മാനുഷികവും നയതന്ത്രപരവുമായ നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്നു. നാലാമതായി, നടപ്പാക്കലിലെ വെല്ലുവിളികൾ. മഹത്തായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുക എന്ന കരാറിന്റെ കാഴ്ചപ്പാട് അവ്യക്തമാണ്. നിരന്തരമായ അവിശ്വാസം, അതിർത്തി കടന്നുള്ള ഭീകരത, കശ്മീർ പ്രശ്നത്തിന്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ എന്നിവ പുരോഗതിയെ തടസ്സപ്പെടുത്തി. കാശ്മീരിനെ അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളും 1999 കാർഗിൽ യുദ്ധവും 1984 സിയാച്ചിൻ സംഘർഷവും പോലെയുള്ള സംഭവങ്ങളും കരാറിന്റെ ആത്മാവിനെ ലംഘിക്കുകയും അതിന്റെ ദുർബലതയെ അടിവരയിടുകയും ചെയ്യുന്നു. അഞ്ചാമതായി, സമകാലിക സന്ദർഭം. 1998 ശേഷമുള്ള ഇരു രാജ്യങ്ങളുടെയും ആണവവൽക്കരണവും 2019 ഇന്ത്യ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ആർട്ടിക്കിൾ 370 റദ്ദാക്കലും ഉൾപ്പെടെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയിലൂടെ ഈ കരാറിന്റെ പ്രസക്തി പരീക്ഷിക്കപ്പെട്ടു. 2025 പാകിസ്ഥാൻ ഈ കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത് അതിന്റെ ഫലപ്രാപ്തിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു. 2025 ഏപ്രിൽ 24 പാകിസ്ഥാൻ ഷിംല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. വാഗ അതിർത്തിയുടെ അടച്ചുപൂട്ടൽ, വ്യാപാര സസ്പെൻഷൻ, വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ എന്നിവയോടൊപ്പമുള്ള ഈ നീക്കവും ഉഭയകക്ഷി സംഘർഷങ്ങളിലെ ഗണ്യമായ വർധനവിനെ അടയാളപ്പെടുത്തുന്നു. എന്നാൽ ഷിംല കരാറിന്റെ പ്രത്യാഘാതങ്ങൾ ബഹുമുഖമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി, പ്രതീകാത്മകവും നയതന്ത്രപരവുമായ ആഘാതം. ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ കാരണം കരാറിന്റെ പ്രായോഗിക പ്രസക്തി കുറഞ്ഞതിനാൽ പാകിസ്ഥാന്റെ സസ്പെൻഷൻ പ്രധാനമായും പ്രതീകാത്മകമാണ്. 2019 പുൽവാമ ആക്രമണം പോലെയുള്ള പ്രധാന സംഭവങ്ങൾക്ക് ശേഷം ഉന്നതതല ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ കരാറിന് കീഴിൽ വിഭാവനം ചെയ്ത ഉഭയകക്ഷി സംഭാഷണ സംവിധാനം നിലവിൽ നിർജീവമാണ്. കശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ മാറ്റത്തെ സസ്പെൻഷൻ ഔപചാരികമാക്കുന്നു എന്നതുകൂടാതെ UN, ചൈന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്നിവയിൽ നിന്നുള്ള ഇടപെടൽ തേടാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, LOCയുടെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ. സിംല കരാറിന്റെ സസ്പെൻഷൻ LOCയുടെ നിലയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. LOC ഒരു യഥാർത്ഥ അതിർത്തിയായി പാകിസ്ഥാൻ അംഗീകരിക്കാത്തത് കാർഗിൽ പോലെയുള്ള മുൻകാല സംഘർഷങ്ങളിൽ കണ്ടതുപോലെ വെടിനിർത്തൽ ലംഘനങ്ങൾ വർദ്ധിക്കുന്നതിനോ നിലവിലുള്ള സ്ഥിതി മാറ്റാനുള്ള ശ്രമങ്ങൾക്കോ നയിച്ചേക്കാം. എന്നിരുന്നാലും LOCയുടെ അന്താരാഷ്ട്ര അംഗീകാരവും ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പും ഉടനടിയുള്ള തന്ത്രപരമായ പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കുന്നു. മൂന്നാമതായി, പ്രാദേശിക സ്ഥിരത. ആണവായുധങ്ങളുള്ള അയൽക്കാരുടെ സാഹചര്യത്തിൽ ഈ താൽക്കാലിക വിരാമം പ്രാദേശിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നു. ഇത് നയതന്ത്രപരവും സൈനികവുമായ അകൽച്ച വർദ്ധിപ്പിക്കുകയും സംഭാഷണത്തിനുള്ള സാധ്യതകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതിർത്തി കടന്നുള്ള റൂട്ടുകളും വ്യാപാരങ്ങളും അടയ്ക്കുന്നത് പാകിസ്ഥാനെ സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു. അതേസമയം ഇന്ത്യയുടെ ആഗോള നയതന്ത്രാക്രമണം പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര നിലയെ ദുർബലപ്പെടുത്തിയേക്കാമെന്നും കരുതപ്പെടുന്നു. നാലാമതായി, നിയമപരവും അന്തർദേശീയവുമായ വീക്ഷണങ്ങൾ. അന്താരാഷ്ട്ര നിയമത്തിൽ സസ്പെൻഷന്റെ സ്വാധീനം പരിമിതമാണ്. സാഹചര്യങ്ങളിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കാരണം ഉടമ്പടി അവസാനിപ്പിക്കുന്നതിന് വിയന്ന ഉടമ്പടി നിയമത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ ഉയർന്ന തടസ്സം സൃഷ്ടിക്കുന്നു. ഒരു യഥാർത്ഥ അതിർത്തി എന്ന നിലയിൽ LOCയുടെ പദവി അന്താരാഷ്ട്ര തലത്തിൽ വെല്ലുവിളിക്കപ്പെടാൻ സാധ്യതയില്ല. എന്നാൽ പാകിസ്ഥാന്റെ ഈ നീക്കം അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലംഘിച്ചതിന് വിമർശനം ക്ഷണിച്ചു വരുത്തിയേക്കാം. അതിനാൽ ഈ നീക്കം പാകിസ്ഥാന്റെ വിശ്വാസ്യതയില്ലായ്മയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വിവരണത്തെ ശക്തിപ്പെടുത്തുന്നു.
അഞ്ചാമതായി ഇന്ത്യയുടെ തന്ത്രപരമായ നേട്ടം. നയതന്ത്ര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സസ്പെൻഷൻ ഇന്ത്യക്ക് വിരോധാഭാസമായി ഗുണം ചെയ്യുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്ക് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാനും പാക് അധിനിവേശ കാശ്മീരിന് മേലുള്ള അവകാശവാദങ്ങൾ പുനഃപരിശോധിക്കാനും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കാനും ഇന്ത്യക്ക് കഴിയും. കരാറിന്റെ അഭാവം വിസ വ്യവസ്ഥകൾ, വ്യാപാര കരാറുകൾ തുടങ്ങിയ മറ്റ് ഉഭയകക്ഷി കരാറുകളെ പുനഃപരിശോധിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു. ആറാമതായി വെല്ലുവിളികളും ഭാവി സാധ്യതകളും. ഷിംല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത് അതിന്റെ പൂർത്തീകരിക്കപ്പെടാത്ത സാധ്യതകളെ എടുത്തു കാണിക്കുന്നു. ആഴത്തിൽ വേരൂന്നിയ അവിശ്വാസം, ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ചൈനയുമായുള്ള പാകിസ്ഥാന്റെ സഖ്യം പോലെയുള്ള ബാഹ്യ സ്വാധീനങ്ങൾ എന്നിവ അതിന്റെ ലക്ഷ്യങ്ങളെ നിരന്തരം ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. കരാറിനുള്ളിലെ ഒരു തർക്കപരിഹാര സംവിധാനത്തിന്റെ അഭാവം അതിന്റെ നടപ്പാക്കൽ സാധ്യതയെ പരിമിതപ്പെടുത്തി എന്നതുകൂടാതെ കാശ്മീരിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പിരിമുറുക്കങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഉഭയകക്ഷി സംഭാഷണം പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആത്മവിശ്വാസം വളർത്തുന്ന നടപടികൾ ആവശ്യമായി വരുന്നു. ഉദാഹരണത്തിന് വെടിനിർത്തൽ പാലിക്കൽ, തീവ്രവാദ വിരുദ്ധ സഹകരണം എന്നിവ. എന്നാൽ നിലവിലെ നയതന്ത്ര മരവിപ്പ് ഇത് അസാധ്യമാക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 1972 ഷിംല കരാർ വിനാശകരമായ യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു ധീരമായ ശ്രമമായിരുന്നു. ദ്വിപക്ഷവാദം, LOC, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയ്ക്കായുള്ള അതിന്റെ വ്യവസ്ഥകൾ സ്ഥിരതയ്ക്കുള്ള ഒരു ചട്ടക്കൂട് നൽകിയെങ്കിലും അവിശ്വാസവും ലംഘനങ്ങളും അതിന്റെ നടപ്പാക്കലിനെ തടസ്സപ്പെടുത്തി. പതിറ്റാണ്ടുകളായി കരാർ നയതന്ത്രപരമായ ഒരു മാനദണ്ഡമായി തുടർന്നെങ്കിലും 2025 അത് താൽക്കാലികമായി നിർത്തിവെച്ചത് അതിന്റെ പ്രായോഗിക പ്രസക്തി കുറഞ്ഞതിനെ പ്രതിഫലിപ്പിക്കുന്നു. പ്രത്യാഘാതങ്ങൾ പ്രതീകാത്മകമാണെങ്കിലും വർദ്ധിച്ച പിരിമുറുക്കങ്ങളിലേക്കും തന്ത്രപരമായ പുനഃക്രമീകരണത്തിലേക്കും ഈ നിർത്തിവെക്കൽ ഇന്ത്യക്ക് വാതിൽ തുറന്നു നൽകുന്നു. പാകിസ്ഥാന്റെ ഒരു തന്ത്രപരമായ തെറ്റായ സസ്പെൻഷൻ ഇന്ത്യക്ക് സത്യത്തിൽ നയതന്ത്രപരമായ മുൻതൂക്കം നൽകി എന്നതാണ് സത്യം. കരാറിന്റെ നിയന്ത്രണങ്ങളാൽ ബാധിക്കപ്പെടാതെ സർജിക്കൽ സ്ട്രൈക്കുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ പോലെയുള്ള പ്രതികാര നടപടികളെ ഇപ്പോൾ ഇന്ത്യക്ക് ന്യായീകരിക്കാൻ കഴിയും. ദക്ഷിണേഷ്യ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനത്തിന്റെ ദുർബലതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായും ചരിത്രത്തിന്റെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പാഠമായും ഷിംല കരാർ പ്രവർത്തിക്കുന്നു.